أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. ബഹുദൈവ വിശ്വാസിനികളെ അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. വിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീ ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്വതന്ത്ര സ്ത്രീയേക്കാൾ തീർച്ചയായും ഉത്തമയാകുന്നു. അവർ നിങ്ങൾക്ക് എത്ര കൗതുകം ജനിപ്പിച്ചാലും ശരി, അപ്രകാരം തന്നെ ബഹുദൈവ വിശ്വാസികൾക്ക് അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതുവരെ മുസ്ലിം സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. വിശ്വാസിയായ ഒരു അടിമ സ്വതന്ത്രനായ ഒരു ബഹുദൈവ വിശ്വാസിയേക്കാൾ തീർച്ചയായും ഉത്തമനാണ്. അവൻ നിങ്ങൾക്ക് എത്ര തന്നെ കൗതുകമുളവാക്കിയാലും ശരി, അക്കൂട്ടർ നരകാഗ്നിയിലേക്ക് വിളിക്കുന്നു. അല്ലാഹുവാകട്ടെ തന്റെ വിധി പ്രകാരം സ്വർഗത്തിലേക്കും പാപമുക്തിയിലേക്കുമാണ് ക്ഷണിക്കുന്നത്. അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അവർ ഉപദേശം സ്വീകരിക്കുന്നതിനു വേണ്ടി. وَيَسْأَلُونَكَ عَنِ الْمَحِيضِ قُلْ هُوَ أَذًى فَاعْتَزِلُوا النِّسَاءَ فِي الْمَحِيضِ وَلَا تَقْرَبُوهُنَّ حَتَّى يَطْهُرْنَ فَإِذَا تَطَهَّرْنَ فَأْتُوهُنَّ مِنْ حَيْثُ أَمَرَكُمُ اللَّهُ إِنَّ اللَّهَ يُحِبُّ التَّوَّابِينَ وَيُحِبُّ الْمُتَطَهِّرِينَ. ആർത്തവത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു അസ്വസ്ഥ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആർത്തവകാലത്ത് സ്ത്രീകളിൽ നിന്നു അകന്നു കഴിയുക. അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ അവരെ സമീപിക്കരുത്. അവർ കുളിച്ച് സ്വയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച പ്രകാരം നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്നുകൊള്ളുക. നിശ്ചയമായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു. ബാഹ്യവും ആന്തരികവുമായി പരിശുദ്ധി കൈവരിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. നിസാഉകും ഹർസുൻ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കൊരു കൃഷിയിടമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങളുടെ കൃഷിയിടത്തേക്ക് ചെന്നുകൊള്ളുക. നിങ്ങൾക്കാവശ്യമായത് മുൻകൂട്ടി ചെയ്തു വെക്കുകയും വേണം. അല്ലാഹുവിനെ ഭയപ്പെടുക. അവനുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. നന്മ ചെയ്യുകയും സൂക്ഷ്മത പാലിക്കുകയും ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനായി അല്ലാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ ശബദത്തിന് ഒരു ലക്ഷ്യമാക്കരുത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാകുന്നു. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم.
നിങ്ങളുടെ ശപഥങ്ങളിലെ നിരർത്ഥകമായതിനെ സംബന്ധിച്ച് നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ ബോധപൂർവം സമ്പാദിച്ചതിന് അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു സർവദാ പുറത്തുകൊടുക്കുന്നവനും സഹിഷ്ണുതയുള്ളവനുമാകുന്നു. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. തങ്ങളുടെ ഭാര്യമാരുമായി സംസർഗം ചെയ്യുന്നതല്ലെന്ന് ശപഥം ചെയ്യുന്നവർക്ക് പരമാവധി 4 മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അവർ ഈ കാലങ്ങളിൽ രഞ്ജിപ്പുദ്ദേശിച്ച് മടങ്ങുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹു സർവദാ പുറത്തുകൊടുക്കുന്നവനും വളരെ കൃപ ചെയ്യുന്നവനുമത്രേ. وَإِنْ عَزَمُوا الطَّلَاقَ فَإِنَّ اللَّهَ سَمِيعٌ عَلِيمٌ. ഇനി അവർ വിവാഹമോചനത്തിനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാകുന്നു.